ഒരു കഥ ചൊല്ലട്ടുമാ. ഇത് UK-യിൽ നടന്നത്, ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ UK-യിൽ എല്ലാ വർഷവും കണ്ടുവരുന്ന ഒരു ചടങ്ങാണ് വീട് മാറൽ ചടങ്ങ്. ഒരു വീട്ടിൽ നിർത്തിയ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് മറ്റേ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുക. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ താമസിച്ച വീട് ഒരു നല്ല വീടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ബെഡ് പോക്ക് ഉറക്കേയില്ല. അതിലെല്ലാ സ്പ്രിങ്ങുകളും ഇങ്ങനെ മുകളിലാണ്, എൻ്റെ നട്ടെല്ല് കൊണ്ടുപോയി ഇങ്ങനെ കുത്തും. അപ്പം ഞാൻ കാര്യമാക്കിയില്ല. പിന്നെ 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായി. നടുവേദന കൊണ്ട് കടക്കപ്പുറത്തില്ല, നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ എന്നുള്ള അവസ്ഥയായി. അപ്പം ഞാൻ ഏജൻസിയിൽ റിപ്പോർട്ട് ചെയ്തു. നേരം വൈകി. പൊതുവേ സഹനശക്തിയുള്ള ആളാണ് ഞാൻ, സഹിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. നേരം വൈകിയോണ്ട് ഒരു ബെഡ് പകർത്തി തരില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാനൊരു തീരുമാനം എടുത്താൽ ഞാൻ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഞാൻ ബെഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ 12 മാസത്തിന് ശേഷം അടുത്ത വീട്ടിലേക്ക് മാറി. ബെഡ് നോക്കി, പോക്കാണ്. ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഏജൻസിയിൽ റിപ്പോർട്ട് ചെയ്ത്. ഭാഗ്യത്തിന് ഒരു പിറ്റേ ദിവസമല്ല, എപ്പോഴോ അത് തൊട്ടടുത്തായിട്ടൊരു പുതിയ ബെഡ് കൊണ്ടുവന്ന് വെച്ച് സമാധാനമായിട്ട് ഞാൻ ആ ഒരു ദിവസം ഉറങ്ങി. പിറ്റേ ദിവസം നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം റാഷസ്. പണ്ടേ എനിക്കങ്ങനെ ഒരു പരിപാടി ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ച് സാരില്ല, പോട്ടെ. പിന്നെ ഓരോ ദിവസം കൂടുമ്പോഴും ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. ഞാനെന്ത് ചെയ്ത്, അടുത്തുള്ള ഒരു ഫാർമസി പോയി. ഒരു മരുന്ന് തന്ന് തേച്ച് മാറിയില്ല. ഞാൻ ഈ ആമസോണിൽ പോയി വർക്ക് ചെയ്യണോണ്ട് വെയർ ഹൗസിലാണ്. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് ക്ഷീണിച്ച് ഒറ്റ ഉറക്കാം. അപ്പം എന്താ ബെഡിൽ നടക്കുന്നത് നമ്മളറിയില്ല. പിറ്റേ ദിവസം നീക്കുമ്പോഴാണ് ഈ കലാപരിപാടി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇടയിലൊന്ന് വീട്ടിലേക്ക് പോകേണ്ടി വന്നത്, നാട്ടിലേക്ക്. നാട്ടിൽ പോയപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ട് റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഓൾക്ക് ഈ ഒരു പണി കിട്ടി. അപ്പോൾ ഓൾക്ക് ഈ രാത്രിയിൽ ഉറങ്ങണേക്കാളും രാവിലെ ഉറങ്ങുന്ന ശീലമായതുകൊണ്ട് കാര്യം ഓൾക്ക് കിട്ടി. എന്ത് മൂട്ടോളില്ലേ, ബെഡ് ബഗ്സ്, ഓരായി പണി ഒപ്പിക്കണേ. ഓളുടെ കയ്യിലും ചോക്കാൻ തുടങ്ങിയില്ലേ. പിന്നെ എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ജോലി വിടേണ്ടി വന്ന് ഞാൻ തിരിച്ചെത്തി നാട്ടിൽ നിന്ന്. അപ്പം ഞാൻ ഈ മൂട്ടോളെ കണ്ട്. ഞാൻ വീടല്ല എൻ്റെ റൂം മൊത്തം തട്ടിക്കുടഞ്ഞ് വിരിച്ച് ഇതാക്കി. പക്ഷെ ഒരു രക്ഷയില്ല, വീണ്ടും മൂട്ടാൾ. സഹിക്കാൻ പറ്റിയില്ല. ഞാൻ റിപ്പോർട്ട് അടിച്ചപ്പോൾ എന്ത്, ഈ സഹനശക്തി വീണ്ടും പണിവാളി. നേരം വൈകിപ്പോയി. ഓരിൻ്റെ തലയ്ക്കിട്ട് ഞാൻ എവിടെയോ പോയി വന്നിട്ട് കൊണ്ടുവന്നതാണ്, എത്ര കാലം ഉണ്ടായില്ലല്ലോ എന്ന്. നമുക്ക് ഈ അസുഖത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. അതിൻ്റെ കുറ്റാണോ? അല്ല. പക്ഷേ നോട്ട് ദ പോയിന്റ്, സഹനശക്തി. അപ്പം ഞാൻ എന്താ തീരുമാനിച്ച്, ഞാൻ അങ്ങോട്ട് സഹിച്ചോളാം. ഇന്നെ എത്രയേച്ച കടിച്ചാലും എൻ്റെ രക്തം മുഴുവൻ അങ്ങോട്ട് കുടിച്ചോളെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് കൊടുത്ത്. എൻ്റെ ബെഡ് നോക്കിയാൽ മൊത്തം മൂട്ടകൾ. രാത്രികാലത്ത് ഒരു വരും. പിന്നെ എൻ്റെ ബെഡിൽ മൊത്തം ബ്ലഡ് സ്റ്റെയിൻസ്. ബെഡ് എന്ന് പറഞ്ഞിട്ടേ മൊത്തം ബെഡായി പോയതാ, ബ്ലഡാണേ. ആ തീരുമാനം എടുത്ത് ഞാൻ വേറെ ആരുടെ മുറിയിലും പോയി കിടക്കില്ല. ഞാൻ കാരണം വേറെ ആർക്കും പണി വേണ്ട. ഇതുവരെ അതിൻ്റെ റൂമിൽ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ എങ്ങനെയെന്നറിയില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ മുറിക്കും സാധനമെത്തി. ഓൾക്കും ഇതേ പണി. ഇനിയിപ്പോൾ എൻ്റെ ചിന്ത എന്താണെന്നറിയാം, ഇപ്പോൾ ജൂൺ മാസമാണ്. അടുത്ത മാസം ഓൾക്ക് അടുത്ത റൂമിലേക്ക് പോകണേ, അടുത്ത വീട് മാറൽ ചടങ്ങിനെ പോകണേ. അപ്പോൾ ഓളിതിനെ കൊണ്ടൊക്കെ അങ്ങോട്ട് പോവോ അതോ ഇവിടേക്ക് പുതിയ ആൾക്കാർ വരില്ലേ, ഓർക്കാണോ പണി കിട്ടുന്നത് നമുക്കറിയില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരു മൂട്ട രാത്രി ആശംസിക്കുന്നു. അതെനിക്ക്. സീ യു, ബൈ.